രണ്ടാം ടി20യിൽ വിജയിച്ചതോടെ 5 മത്സര പരമ്പരയിൽ 2-0 മുന്നിലെത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ആദ്യ കളിയിൽ 7 വിക്കറ്റിന് വിജയിച്ച ഇന്ത്യ രണ്ടാം ടി20യിൽ 2 വിക്കറ്റിന്റെ ആവേശ ജയമാണ് നേടിയത്. തിലക് വർമ്മയുടെ ഹീറോയിസമായിരുന്നു ചെന്നൈയിൽ ഇന്ത്യക്ക് കിടിലൻ ജയം നേടിക്കൊടുത്തത്. ആദ്യ ടി20യിൽ കളിച്ച പ്ലേയിങ് 11-ൽ 2 നിർണായക മാറ്റങ്ങൾ വരുത്തിയായിരുന്നു രണ്ടാം ടി20യിൽ ഇന്ത്യ ഇറങ്ങിയത്. പരിക്ക് മൂലം നിതീഷ് റെഡ്ഡിയും റിങ്കു സിംഗും ഈ കളിയിൽ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ വാഷിംഗ്ടൺ സുന്ദറും ധ്രുവ് ജൂറലും ടീമിലേക്കെത്തി. ഇതിൽ നിതീഷ് പരിക്കിനെ തുടർന്ന് പരമ്പരയിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുകയാണ്. റിങ്കുവിനാകട്ടെ അടുത്ത കളിയും നഷ്ടമാകുമെന്നുറപ്പാണ്. ചൊവ്വാഴ്ച രാജ്കോട്ടിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 3ാം ടി20 മത്സരം നടക്കുന്നത്. ഈ കളിയിലും വിജയിക്കാനായാൽ 5 മത്സര പരമ്പരയും ഇന്ത്യക്ക് സ്വന്തമാകും. അതേസമയം ചെന്നൈയിൽ കളിച്ച ടീമിൽ മാറ്റം വരുത്തി ഇന്ത്യ രാജ്കോട്ടിൽ ഇറങ്ങാനാണ് സാധ്യതയുള്ളത്. ആദ്യ 2 കളികളിലും പുറത്തിരുന്ന സീനിയർ പേസർ മുഹമ്മദ് ഷമി പ്ലേയിങ് 11-ൽ ഇടം പിടിക്കാനാണ് സാധ്യത. മികച്ച രീതിയിൽ പരിശീലനം നടത്തുന്ന ഷമിയെ ആദ്യ 2 കളികളിലും ഇറക്കാതെ ഇരുന്നത് ഇന്ത്യൻ ആരാധകരെ നിരാശരാക്കിയിരുന്നു. രാജ്കോട്ട് ടി20യിൽ ഇന്ത്യൻ ടീമിൽ വരാൻ സാധ്യതയുള്ള മാറ്റവും ടീമിന്റെ സാധ്യത പ്ലേയിങ് 11-ഉം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആദ്യ 2 കളികളിലും നിരാശപ്പെടുത്തിയെങ്കിലും സഞ്ജു സാംസന്റെ സ്ഥാനം പ്ലേയിങ് 11-ൽ സുരക്ഷിതമാണ്. താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ടീം മാനേജ്മെന്റ് ചിന്തിക്കുന്നു പോലും ഉണ്ടാകില്ല. രാജ്കോട്ടിൽ താരത്തിന്റെ കിടിലൻ തിരിച്ചുവരവാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അഭിഷേക് ശർമ്മ തന്നെയായിരിക്കും സഞ്ജുവിനൊപ്പം ഓപ്പണിംഗിൽ കളിക്കുക. യുവ സൂപ്പർ താരം തിലക് വർമ്മയായിരിക്കും 3ാം നമ്പറിൽ. ചെന്നൈ ടി20യിൽ 72 റൺസ് എടുത്ത് ഇന്ത്യയുടെ വിജയശില്പിയായിരുന്നു അദ്ദേഹം. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 4ാം നമ്പറിൽ കളിക്കും. ആദ്യ 2 കളികളിലും ഫ്ലോപ്പായ സ്കൈയിൽ നിന്നും മികച്ചൊരു ഇന്നിംഗ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ പ്ലേയിങ് 11-ലേക്ക് വന്ന ധ്രുവ് ജൂറലും സ്ഥാനം നിലനിർത്തിയേക്കും. കഴിഞ്ഞ മത്സരത്തിലേതുപോലെ 3 ഓൾറൗണ്ടർമാരുമായി രാജ്കോട്ടിലും ഇന്ത്യ കളിക്കാനാണ് സാധ്യത. ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരായിരിക്കും ഇത്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തിയും 11-ൽ കാണും. അതേസമയം അർഷ്ദീപ് സിംഗ് നയിക്കുന്ന പേസ് നിരയിൽ മുഹമ്മദ് ഷമിയും ഉൾപ്പെട്ടേക്കും. ഷമി കളിക്കുകയാണെങ്കിൽ ദേവി ബിഷ്ണോയി ആയിരിക്കും ടീമിൽ നിന്ന് പുറത്താവുക. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ധ്രുവ് ജൂറൽ, ഹർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11.